ഈ ടിക്കറ്റ് റേറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് തിയേറ്റർ ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണല്ലേ. അതായത് നല്ല മികച്ച തിയേറ്ററുകളിൽ പോയിട്ട് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സർക്കാർ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പോയി സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ടൊന്ന് നെറ്റി ചുളിയും അല്ലേ. കാര്യം അവർ കുറ്റം പറയേണ്ട പറ്റത്തുമില്ല. പക്ഷേ അവിടെ പോയി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു മാഹാത്മ്യം എന്താണെന്ന്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്, അങ്ങനെ നോക്കി വരുന്ന സമയത്താണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു കൈരളി ശ്രീ തിയേറ്റർ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1.5 കൊല്ലമായിട്ട് റെനോവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആ ഒരു തിയേറ്റർ ഒരു നല്ല ആശ്വാസം തന്നെയായിരുന്നു. കാര്യം അത്യാവശ്യം നല്ലൊരു മികച്ച തിയേറ്ററും ആയിരുന്നു, ടിക്കറ്റ് റേറ്റ് വളരെ കുറവുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് റെനോവേഷന് വേണ്ടിയിട്ട്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അടച്ചത്. പക്ഷേ കുറച്ചും കൂടി നീണ്ടുപോയി, ഏതാണ്ട് 1.5 കൊല്ലം അങ്ങനെ നീണ്ടുപോയി. നമ്മൾ സാധാരണ ഒരു തിയേറ്ററിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്ന സമയമൊക്കെ റെനോവേഷന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, അവിടെ ഈ പ്രിപ്പയർ ചെയ്ത ഡ്രോയിങ്ങിനകത്ത് കുറേ അധികം കൺഫ്യൂഷൻസ് വന്നു. അതായത് നമ്മുടെ അധികൃതർക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് ചേഞ്ച് ചെയ്യുകയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത് ഇങ്ങനെ ഡിലേ ആയി വരുമായിരുന്നു. അപ്പം എന്തായാലും അവിടെ ഉള്ള ആൾക്കാർക്ക് ഈ തിയേറ്റർ ഉടനെ കാണാൻ തുറക്കുമോ എന്നൊരു ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു ഉത്തരം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒക്ടോബർ മാസം, അതായത് ഇപ്പോൾ ജൂലൈ തീരാറായി, അപ്പോൾ ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഒക്ടോബർ മാസം നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്റർ തുറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ 1.5 കൊല്ലം ഇവർ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 9 കോടി രൂപയുടെ റെനോവേഷൻ വർക്കുകളാണ് ചെയ്തത്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു പുതിയ തിയേറ്റർ പണിയുന്നതിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു തിയേറ്റർ പണിയുന്നതിൻ്റെ ഒരു 70% 80% കോസ്റ്റ് ഈ ഒരു റെനോവേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ വരാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ഗവൺമെന്റ് തിയേറ്ററുകളിലെ ഏറ്റവും കുറഞ്ഞ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേസർ പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ്. ആ ഒരു സ്പെക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ കൈരളി ശ്രീ തിയേറ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല 2 ഡബ്ബിംഗ് സ്റ്റുഡിയോയും ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിനകത്ത് വരുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ തിയേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു 2-3 സ്ക്രീൻ ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ സ്നാക്ക് കൗണ്ടേഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. ഇപ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഗവൺമെന്റ് തിയേറ്ററുകൾ അറിയാമല്ലോ, അവിടെ ക്രൈയിങ് റൂം സെപ്പറേറ്റ് ഉണ്ടാവും, ചിലപ്പോൾ പ്രെയർ റൂംസ് ഉണ്ടാവും. അങ്ങനെ കുറേ അധികം ഫെസിലിറ്റീസും ഗവൺമെന്റ് തിയേറ്റർ ആയതുകൊണ്ട് നമുക്കത് തരുന്നുണ്ട് കേട്ടോ. പൊതുവേ എല്ലാ തിയേറ്ററുകളിലും അതൊന്നും അങ്ങനെ പരിഗണിക്കാവുന്ന ഒരു കാര്യമല്ല. നല്ല മെച്ചപ്പെട്ട ടോയ്ലറ്റ് പോലും പല തിയേറ്ററുകളിലും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തിയേറ്ററുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ തിയേറ്ററിലാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തും കോഴിക്കോടും ഒക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഈ ഒരു ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 120 റുപ്പീസ് എന്തായിരുന്നു, 120 രൂപ എന്തുകൊണ്ടായിരുന്നു കേട്ടോ. 105 തൊട്ട് 120 വരെ ആ ഒരു ഡിഫറൻസിനകത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയധികം ഈ ഒരു 9 കോടിയുടെ റെനോവേഷനൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് കൂട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നാണ്. വലിയൊരു മാറ്റമൊന്നും വരാനായിട്ട് പോകുന്നില്ല. മാക്സിമം ഒരു 125, ചിലപ്പോൾ ഒരു 130 രൂപ വരെയൊക്കെ പോകാനുള്ള സാധ്യതകളെ കാണുന്നുള്ളൂ കേട്ടോ. ഗവൺമെന്റ് തിയേറ്റർ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ആ ഒരു റേറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചാർജ് വാങ്ങുന്ന നമ്മുടെ സർക്കാരിൻ്റെ തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ എവിടെയല്ല, കോഴിക്കോടാണ്. അറിയാലോ, അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഏറ്റവും ഹയർ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 180 രൂപയാണ്. അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. അപ്പോൾ കോഴിക്കോട് പിന്നെ അറിയാലോ, പൊതുവെ തിയേറ്ററുകളുടെ കാര്യത്തിൽ ടിക്കറ്റ് ചാർജ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കേരളത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തായാലും ഗവൺമെന്റും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ അതും അറിയാലോ, മോശം തിയേറ്റർ ഒന്നും അല്ല, അവിടെയും ലേസർ പ്രൊജക്ഷനാണ്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ്, അത്യാവശ്യം നല്ല വലിയ സ്ക്രീനാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച തിയേറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും ഈ ഒരു റേറ്റിനകത്ത് നിൽക്കത്തുള്ളൂ, വലിയ റേറ്റ് ഒന്നും പോകാനുള്ള സാധ്യതയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തൃശ്ശൂരുകാർക്ക്, ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ് വരാനായിട്ട് പോകുന്നത്. ഇനി 2 മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്റർ റീഓപ്പൺ ചെയ്യും.